ഒരിക്കൽ സന്തോഷവും ഉല്ലാസവും അതിനേക്കാളുപരി സ്നേഹവുമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇന്ന് ആ വീട്ടിൽ താമസിക്കുന്നത് 3 മക്കൾ മാത്രം, 3 പേർ മാത്രം. അത് തങ്ങളുടെ ഉരിയാടത്തുമില്ല, മിണ്ടാട്ടവുമില്ലാതെ, വെളിയിൽ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ആ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്ന 3 മക്കൾ. എൽസമ്മയുടെയും ആൻഡ്രൂസിൻ്റെയും മക്കളാണ് ഇന്ന് ഈ വീട്ടിൽ കഴിയുന്നത്. എൽസമ്മയും ആൻഡ്രൂസും ഇന്നില്ല. കുവൈറ്റിലെ ജോലിയായിരുന്നു എൽസമ്മയ്ക്കും ആൻഡ്രൂസിനും. കുവൈറ്റിലെ ഒരു ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു എൽസമ്മ. ആൻഡ്രൂസും അവിടെ കമ്പനിയിലെ ഒരു ജോലിയായിരുന്നു. അവർക്ക് 3 മക്കളുണ്ടായി. മക്കളൊക്കെയും കുവൈറ്റിലെ സ്കൂളുകളിലാണ് പഠിച്ചത്. എന്നാൽ ഇളയ മകൾക്ക് 2 വയസ്സ് പ്രായമായപ്പോൾ എൽസമ്മയ്ക്ക് ഒരു മനസ്സിൻ്റെ ഒരു സമതലം തെറ്റുന്ന രീതിയിൽ കൂടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആൻഡ്രൂസ് പല ഹോസ്പിറ്റലിലും കൊണ്ട് കാണിച്ചു, പലയിടത്തും ചികിത്സിച്ചു. എന്നാൽ അത് കൂടിക്കൂടി വരികയാണ് ചെയ്തത്. രാത്രികാലങ്ങളിൽ ബഹളങ്ങൾ വയ്ക്കുക, മക്കളുമായിട്ട് യാതൊരു ചേർച്ചയില്ലാത്ത രീതിയിലുള്ള ജീവിതം. കാരണം മക്കളെന്ന് പറഞ്ഞാൽ എൽസമ്മയുടെ ജീവനായിരുന്നു. എന്നാൽ മക്കളെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ രീതിക്കുള്ളതായ ആ പെരുമാറ്റങ്ങൾ ആൻഡ്രൂസിനെ വളരെ വിഷമിപ്പിച്ചു. 1.5-2 വർഷക്കാലം ആ കുവൈറ്റിൽ വീണ്ടും നിന്ന് എൽസമ്മയെ ചികിത്സിച്ചു. എങ്കിലും എൽസമ്മയുടെ രോഗത്തിന് യാതൊരു ഭേദവും വന്നില്ല. ഒടുവിൽ തീരുമാനിച്ചു മക്കളെയും എൽസമ്മയും കൊണ്ട് നാട്ടിലേക്ക് പോരാമെന്ന്. അങ്ങനെയാണ് എൽസമ്മയും ആൻഡ്രൂസും കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിലേക്ക് വന്നത്. നാട്ടിൽ വന്ന് നാട്ടിലെ നാട്ടു ചികിത്സകളും ഒക്കെ ആയിട്ട് കുറച്ച് നാളുകൾ അങ്ങനെ ചെയ്തു. പക്ഷേ എൽസമ്മ വീണ്ടും വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങൾ ഭർത്താവിനെയോ മക്കളെയോ കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ഒടുവിൽ വീടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ എൽസമ്മയെ അവിടെ ബന്ധനത്തിൽ ആക്കിയ ഒരു സാഹചര്യമുണ്ടായി. ആൻഡ്രൂസും മക്കളും വളരെ ഭാരപ്പെട്ടു, വളരെ പ്രയാസപ്പെട്ടു. എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നായിരുന്നു. എന്നാൽ പെട്ടെന്നല്ല ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടായത്. ഒടുവിൽ എൽസമ്മയെ ഒരു മാനസിക രോഗ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് 6 മാസം എൽസമ്മ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എന്നാൽ കുറവായെന്ന് ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് ആൻഡ്രൂസ് എൽസമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ അവിടെ കഴിഞ്ഞു. ഒരു ദിവസം ആൻഡ്രൂസും മക്കളും വെളിയിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ എൽസമ്മയെ കാണാനില്ല. എൽസമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആൻഡ്രൂസ് ആ വീടിന് ചുറ്റും നടന്നു. മക്കളും വിളിച്ചു മമ്മി എന്ന്. പക്ഷേ എൽസമ്മ വിളി കേട്ടില്ല. ഇവിടെ ചുറ്റുമുള്ളവരൊക്കെ വന്നു. അവരൊക്കെയും അവിടെ തിരക്കി. അവരൊക്കെയും 4 പാടും ഓടി. എൽസമ്മയെ കണ്ടില്ല. അവസാനം എൽസമ്മയെ കണ്ടു ആൻഡ്രൂസ്. മക്കളും ആൻഡ്രൂസും എൽസമ്മയെ കണ്ടു. വീടിൻ്റെ പുറകിലുള്ള കിണറ്റിൽ വെള്ളം കുടിച്ച് മരിച്ചു കിടക്കുന്ന എൽസമ്മയാണ് കണ്ടത്. തകർന്നു പോയ ഒരു കുടുംബം. ആൻഡ്രൂസ് പിന്നീട് അധികം ആരോടും സംസാരിക്കത്തില്ല. പിന്നെയും നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മക്കളും ആരോടെയും സംസാരിക്കത്തില്ല. ഒരു മൂകമാകുന്ന അവസ്ഥ ആ വീട്ടിൽ. ഒരിക്കൽ സന്തോഷമായി കഴിഞ്ഞിരുന്ന ഒരു വീട് ഇന്ന് എന്തോ ബാധിച്ച അവസ്ഥയിലാണ് ഇന്ന് ആ വീടിൻ്റെ അവസ്ഥ. ആൻഡ്രൂസ് ശകലം മദ്യപാനം വീണ്ടും തുടങ്ങി. കാരണം ഭാര്യ അതുമാത്രം സ്നേഹിച്ചിരുന്ന ആൻഡ്രൂസ്, കുഞ്ഞുങ്ങളെ അതുമാത്രം സ്നേഹിച്ചിരുന്ന എൽസമ്മ ആ ജീവിതത്തിൻ്റെ താളം തെറ്റിയപ്പോൾ, ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ ആൻഡ്രൂസ് മദ്യപാനം തുടങ്ങി. ആൻഡ്രൂസ് മദ്യപാനം കൂടിക്കൂടി വന്നു. ഒരിക്കൽ ആൻഡ്രൂസ് ഈ നാട് ഉപേക്ഷിച്ചു പോയി. എവിടെയാണെന്ന് ഇന്നും ആൻഡ്രൂസിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല.
വീട്ടുകാരും നാട്ടുകാരും പലയിടത്തും അന്വേഷിച്ചു. ഇന്ന് വർഷങ്ങളായിട്ടും ആൻഡ്രൂസിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒടുവിൽ അധികാരപ്പെട്ടവരെ അറിയിച്ചു. അവരും അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇന്നും ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്രൂസ് എവിടെയാണെന്ന് ഇന്ന് ആർക്കും ഒരു വിവരവുമില്ല. ആ കുഞ്ഞുങ്ങൾ 3 പേരും തനിച്ചായി. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കുടുംബം. ആൻഡ്രൂസ് എൽസമ്മയും കുവൈറ്റിലായിരുന്നപ്പോഴാണ് നാട്ടിൽ വീട് വെച്ചത്. ഇന്ന് ആ മക്കൾ ആ വീട്ടിലാണ്. 3 പേരും. മൂത്ത മകൾക്ക് ഇപ്പോൾ 32 വയസ്സുണ്ട്. രണ്ടാമത്തെ ഒരു മകനാണ്. നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാണ്. കുവൈറ്റിലാണെന്ന് പഠിച്ചത്. മൂന്നാമത്തെ കുഞ്ഞും വിദ്യാഭ്യാസമുണ്ട്. അത് മകളാണ്. 2 പെൺമക്കളും ഒരു മകനും. ഇന്ന് ആ മക്കള് ആ വീടിനുള്ളിൽ തന്നെയാണ്. ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല. പപ്പായും മമ്മിയും അന്വേഷിച്ച കാശ് ബാങ്കിലുണ്ട്. അവർ വെളിയിലോട്ട് ഇറങ്ങത്തില്ല. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ ആ മകൻ വെളിയിലിറങ്ങി ബാങ്കിൽ ചെല്ലുക, പൈസ എടുക്കുക, സാധനം വാങ്ങുക, വീട്ടിൽ മടങ്ങി വരിക. അവർ സ്വന്തമായിട്ട് ആഹാരം കഴിച്ച് ആരോടെയും ഒരു ബന്ധമില്ലാതെ അവർ തങ്ങൾ പരസ്പരം പോലും സംസാരമില്ലാത്ത ഒരവസ്ഥയിലാണ് ആ വീടിൻ്റെ കാര്യം. സന്തോഷവും സമാധാനത്തോടെയും ഉല്ലാസത്തോടെയും സ്നേഹത്തോടെയും അടിച്ചു പൊളിച്ച് നടന്ന ഒരു ജീവിതം, ഒരു വീടിൻ്റെ അവസ്ഥ, ജീവിച്ച ഒരു വീടിൻ്റെ അവസ്ഥ എത്ര ഭയങ്കരമാണ്, എത്ര കഷ്ടമാണ്. ഇന്ന് ബന്ധുക്കളാരും, ആദ്യമൊക്കെ പലരും വരുമായിരുന്നു. പക്ഷേ ഈ മക്കൾ ആ ബന്ധുക്കളുമായിട്ടൊന്നും യാതൊരു അടുപ്പവും കാണിച്ചില്ല. കാരണം ഇവർ കുവൈറ്റിലായിരുന്നത് കൊണ്ട് ബന്ധുക്കളുമായിട്ടൊന്നും യാതൊരു അടുപ്പം ഇവർക്കില്ലായിരുന്നു. ഇപ്പം ബന്ധുക്കളാരും ഇവിടെ വരാതായി. ഈ മക്കൾ മാത്രം ആ വീട്ടിൽ 3 പേരും. മൂത്ത മക്കൾക്ക് 32 വയസ്സായെങ്കിലും അവളെ വിവാഹം കഴിച്ചിട്ടില്ല. രണ്ടാമത്തെ മകന് ഇപ്പോൾ 28 വയസ്സുണ്ട്. അവനും വിവാഹം കഴിച്ചിട്ടില്ല. മൂന്നാമത്തെ മകൾക്കും 22 വയസ്സുണ്ട്. ഈ 3 പേരും ആ പപ്പായുടെയും മമ്മിയുടെയും ആ അപ്പൻ്റെയും അമ്മയുടെയും ഓർമ്മകളുമായിട്ട് ഊമരായിട്ട്, ആരോടെ ഉരിയാടാതെ മിണ്ടാതെ, പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ കൂടി അവർ ആ വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുകയാണ്.